ഈ റീസെന്റ് ദിവസങ്ങളിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഐക്യദാർഢ്യത്തിന് ഒത്തിരി നന്ദി. റീസെന്റ് ദിവസങ്ങളിലല്ലാതെ തന്നെയും ആ ഒരു പോസ്റ്റ് ഇറങ്ങിയപ്പോൾ തൊട്ടും ഒത്തിരി നല്ല സപ്പോർട്ട്. അതും എന്താണ് ഈ ഒരു നിലപാടിന്റെ ഈ കാലത്തെ, അത് ആരെടുത്താലും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു നടിയായതുകൊണ്ടല്ല, ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൾക്കാരിലോട്ട് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് ആ നിലപാടിന്റെ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നു, അത് സാധാരണക്കാരനാണെങ്കിൽ പോലും ഞാൻ പറയുന്നുണ്ട്, അത് ഒരാളുടെ ഒരു ചെറിയൊരു മാറ്റമുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും അറ്റാക്കുണ്ട്, അതിനൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഇതിൽ കുറേ പേര്, ഞാൻ ആദ്യമേ ഇട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് എന്താ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഓക്കെ എന്നാലും എലോൺ വോയിസ് എന്നുള്ള രീതിയിൽ നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഐ സി ഒരു കമ്മിറ്റിയുണ്ട്, ഫിലിം ചാമ്പർ ത്രൂ ഉള്ള ഐ.സി. എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ഫിലിം ചാമ്പർ അതിലെ ഫെഫ്കയിലെ ബി ഉണ്ണികൃഷ്ണൻ സാറ്, പിന്നീട് ICWCCയുടെ സജി നന്ദ്യാത്ത്, അതുപോലെ പേര് സുജിത, എനിക്ക് പേര് അങ്ങനെ കറക്റ്റായിട്ട് കുറയാനില്ല, റാണി സുജിത മാമാന്ന് തോന്നുന്നു, പേര് കറക്റ്റായിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ഐം സോറി. അവർ, പിന്നെ സുരേഷ് സാർ, ഐ.സിയുടെ ചെയർമാനും അതുപോലെ തന്നെ പ്രസിഡന്റ് അസോസിയേഷനിലുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള സുരേഷ് സാറും സംസാരിക്കുകയും തുടർന്ന് അമ്മയുടെ അഡോക്ക് അംഗങ്ങളെല്ലാവരും, ബാബുചേട്ടൻ, ജയൻ ചേട്ടൻ, വിനു ചേട്ടൻ, അതുപോലെ അൻസിബ, ടിനിട്ടോ, ഇത്രയും പേര് അത് അമ്മയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ സിനിമ സെറ്റിലും മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്, ഐ.സിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്, അവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. WCCയും അവരുടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഇത് സത്യമാണെന്നറിഞ്ഞപ്പോൾ, ഇങ്ങനൊരു കാര്യം സത്യവും വ്യക്തവുമാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും പിന്തുണ നൽകുന്നുണ്ട്. വളരെ സന്തോഷം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വ്യക്തിയെ പേര് പറഞ്ഞിട്ടോ ഈ വ്യക്തിയെ ആൾക്കാർക്ക് മുന്നിൽ ഇട്ട് കൊടുത്തിട്ടോ എനിക്ക് ഒന്നും ആവണ്ട, അല്ലെങ്കിൽ എനിക്ക് സിനിമ സെറ്റിൽ ഈ ഉപയോഗവും മാന്യമായ പെരുമാറ്റവും നിർബന്ധമാവണം. അതൊരു മിനിമം അല്ലേ, മിനിമം ആണെന്ന് വെച്ചാൽ നമുക്ക് മാന്യമായി ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ബാക്കി പേഴ്സണൽ ലൈഫിൽ ഉപയോഗങ്ങളുണ്ടാവും, പലതും ഉണ്ടാവും. എനിക്ക് എൻ്റെ നിലപാടിൽ ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ബാക്കിയുള്ളവർ ഉപയോഗിക്കാതിരിക്കുക, നിയമത്തിന്റെ കീഴിലാവുക, പിടിക്കപ്പെടുക, ഒക്കെ അത് അവരുടെ ലൈഫും ഹെൽത്തും എന്നൊക്കെ പറയുന്നത് അവരുടെ ഭാഗമാണ്. എനിക്ക് എൻ്റെ ജീവിതം മാത്രമാണ് ഒരു കോൺസെപ്റ്റ് ആയിട്ടുള്ളത്. ചാനൽസ് ഒക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം യെസ്, അപ്പോൾ ഇതാണ് എൻ്റെ നിലപാട്. ആൻഡ് സിനിമയിൽ തന്നെ ഇന്റേണൽ കമ്മിറ്റി ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അവർ ഇന്റേണൽ കമ്മിറ്റി എന്നോട്, ഞാൻ പറഞ്ഞില്ല, പരാതി ചോദിച്ചിരുന്നു, നൽകണമോ എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് എൻ്റെ റീസൺ. ആൻഡ് വൺ മോർ തിങ് എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തിന് വേണ്ട നടപടികൾ എല്ലാ സംഘടനയും തുടർന്ന് നിലപാട് സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂട്ടത്തിൽ ഞാൻ പറയുന്നു, തൊഴിൽ നിഷേധം എന്നുള്ളത്, ഇഫ് ഹീസ് എ വെരി ക്രിമിനൽ ആൻഡ് ഹീസ് നോട്ട് ചേഞ്ചിങ്, തൊഴിൽ നിഷേധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ മാറാനുള്ളൊരു സമയം, അത് എല്ലാവർക്കും, ഏത് കുറ്റവാളിക്കും മാറാനുള്ളൊരു സമയം, ഞാൻ കുറ്റവാളി എന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, അദ്ദേഹം നല്ലൊരു കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തിൻ്റെയൊക്കെയോ കാരണം കൊണ്ട് യെസ്